കൊച്ചിയിൽ ഇന്നലെ മരൂട്ടി ചുവടിലെ പോലീസുകാരെ യുവാക്കൾ ആക്രമിച്ചതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. നീ കണ്ടതെന്താണെന്ന് പറ. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. സാറേ ഒരുത്തരെ കൊന്നിട്ടില്ല, നിങ്ങളിവിടെ പോവൂല. ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. ഈ വീഡിയോ എടുത്തോള്. ആടത്തോടെ വെല്ലുവിളിക്കാണ്. കൊന്നിട്ടേ നിങ്ങള് പോവുള്ളൂ. ആരാണ് ശരിയാ, കൊത്തി നുറുക്കും ഞാൻ. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പൻ. വെല്ലുവിളിക്കാണ് സാറേ, കൊന്നിട്ടേ പോവുള്ളൂ. എന്റെ കൺട്രോള് വിട്ടു ഈശ്വരാ. ഇടിച്ചിടിച്ച് മന്ത്രിയാക്കുന്നു. പറയുന്നത് ഇവിടുന്ന് കോള് വന്നിട്ടുണ്ട്, കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആ കംപ്ലൈന്റ് ചെയ്ത ആൾക്കാരെ വണ്ടി വിടാതെ ഞങ്ങൾ ഈ പോലീസുകാരെ വിടത്തില്ല. നീ ആരാന്നാ നിന്റെ വിചാരം? ഇത് എന്റെ ഏരിയ ആണ്, എനിക്കിവിടെ വേറെയും കളികളുണ്ട്. സാറുമാരെ ഞങ്ങൾ വിടത്തില്ല. ഇതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട് ആരെങ്കിലും വരാതെ ഈ പോലീസുകാരെ വിടത്തില്ല. പോലീസുകാരനെ തൊട്ട് കളിക്കല്ലേ. കേരള പോലീസ് ആരാണെന്ന് ഇന്ന് നീ വിവരം അറിയും. ഇല്ലാത്ത ചാർജ് ഷീറ്റ് ചെയ്യും, അടിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം ചെയ്യുന്നത്. പോലീസിനും പട്ടാളത്തിനും ഞാനെന്നൊരു പേടി സ്വപ്നമാണ്. നമ്മൊരു ലൈവ് കിട്ടിയ ഞാൻ സാറിന്റെ കാര്യത്തിൽ തീരുമാനം വിടാ. നമ്മ വിടാൻ പോണേണ്. നമ്മ ചാർജ് ചെയ്തിട്ടില്ലട്ടാ. വണ്ടിയാണ് ഹോൺ അടിക്കുന്നത്. ഇടിച്ചാ തിരിച്ചു പോയിട്ടില്ല. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. പോലീസ് ജീപ്പിന്റെ മണ്ടയിലേക്ക് കയറിയിരുന്ന ഡയലോഗ് വിട്ടപ്പോൾ അണ്ണം വിചാരിച്ചു ഏതോ സൂപ്പർ ഹിറ്റ് സിനിമയിലെ വില്ലനെ പോലെയാണെന്ന് വിചാരിച്ചു. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ഇമ്മാതിരി ടീമിനെ എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിയിടിക്കും. ഒരു മദ്യലഹരിയിലായിരുന്നു ഈ തരത്തിലുള്ള ഒരു ആക്രോശവും ആക്രമണവും എന്നാണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഈ ചെറുപ്പക്കാർ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നു, സമീപത്തുള്ളൊരു വീട്ടുകാരുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം പോലീസിന് കിട്ടുമ്പോഴാണ് സംഭവം. ഇത് കഴിഞ്ഞിപ്പോ ജയിലിൽ പെട്ടാണ്ട സാറേ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കി വിടൂ, ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല, നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം. അപ്പൊ പിന്നെ ആരെങ്കിലും തല്ലിക്കൊന്നോളൂ.